വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചക സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണം വന്നതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിലായി എന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ പറയുന്നു. രാജ്യത്തെ വൻ നഗരങ്ങളിൽ ഉൾപ്പെടെ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടി തുടങ്ങി. ഗാർഹിക പാചകവാതക സിലിണ്ടറുകളും നിയന്ത്രണത്തോടെയാണ് ഇപ്പോൾ നൽകുന്നത്. പാചകവാതക സിലിണ്ടർ പ്രതിസന്ധി രൂക്ഷമായ വിവിധ മേഖലകളിൽ നിന്ന് 24-ന്റെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. ഈ ആപൽഘട്ടം എങ്ങനെ കടക്കുമെന്നറിയാനും ഈ ആപൽഘട്ടത്തിൻ്റെ തീവ്രത എങ്ങനെയെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനും കോഴിക്കോട് നിന്ന് ദീപക് തെർമണം പാരഗൺ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ചേരും. അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു മലയാളി നടത്തുന്ന ഹോട്ടലിൻ്റെ മുംബൈയിലെ ഒരു മലയാളി ഹോട്ടൽ നടത്തുന്ന സ്ഥലത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരും. അതുപോലെ ബംഗളൂരിൽ നിന്ന് സജു ചാമക്കാലയിലുണ്ട്. ഒരു അടച്ചിട്ട ഗാബാസ് റെസ്റ്റോറൻറ്റ് മുന്നിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അതുപോലെ കോട്ടയത്തെ നവജീവൻ ട്രസ്റ്റിനടുത്ത് നിന്ന് ടോബി ജോൺസൺ, പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ്, തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ എന്നിവർ തത്സമയം ചേരുകയാണ്. വളരെ സംക്ഷിപ്തമായി ദൈർഘ്യം കുറച്ച് നിങ്ങൾ അവതരിപ്പിച്ചാൽ വളരെ നന്നായി. ദീപക് തെർമടം കോഴിക്കോട് പ്രശസ്തമായ പാരഗൺ ഹോട്ടലിന് മുന്നിൽ നിന്ന് ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. പാരകത്തിലെ വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണ വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ദീപക്, പാരഗണിലും പ്രതിസന്ധി ഉണ്ടോ? SKN പറഞ്ഞത് ശരിയാണ്. SKN ഇവിടുത്തെ മാംഗോ ഫിഷ് കറിയും വെള്ളപ്പമാണ് SKN ഏറ്റവും ഇഷ്ടം. പക്ഷേ പാരഗണിൽ പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രൊഫഷണൽ സംവിധാനമുണ്ട്. വെരി ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ ഞാൻ പാരഗണിലാണുള്ളത്. പാരഗണിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം പൊതുവിൽ തിരക്ക് കുറവാണ്. ആ തിരക്ക് കുറവിൻ്റെ ഒരു കാരണം നോൻപാണ്. രണ്ടാമത്തെ കാര്യം, ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി രൂക്ഷമാവും. കാരണം ഇപ്പോൾ വിലക്കയറ്റം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാണെങ്കിൽ ഇനിയിപ്പോൾ ഈ സിലിണ്ടറുകൾക്ക് നിയന്ത്രണം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളെ പാരഗണിൻ്റെ സാരഥികൾ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതാ ഷെഫ് റെഡിയായിട്ടുണ്ട്. ഷെഫ്, ഈ ഗ്യാസ് സിലിണ്ടറിന് ലഭ്യത കുറയുകയാണ്. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹോട്ടൽ ഇൻഡസ്ട്രി അത് പ്രതികൂലമായി ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെ തന്നെയാണ് ആദ്യം ബാധിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ആലോചിക്കാണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ മെനു ഏതാണ്ട് കുറച്ച് തുടങ്ങി. വിറകടുപ്പിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. മിക്കവാറും സെൻട്രൽ കിച്ചൺ കംപ്ലീറ്റ് വിറകടുപ്പിലേക്ക് മാറാനുള്ള ആലോചനയുണ്ട്. പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുക ഞങ്ങളെയാണ്. എങ്ങനെ ഇത് മറികടക്കാൻ ഒരു ആൾട്ടർനേറ്റീവ്, പ്രത്യേകിച്ച് യുദ്ധം ഇത് തീരാൻ പ്രാർത്ഥിക്കുക, അതായിരിക്കും ഏറ്റവും നല്ല പരിഹാരം. SKN യുദ്ധം തീരാൻ പ്രാർത്ഥിക്കാനാണ് നമ്മുടെ പാരഗണിലെ ഷെഫ് പറയുന്നത്. ഇതിൽ രസകരമായ കാര്യം, വിറകടുപ്പിലേക്ക് മാറാനുള്ള ഒരു ആലോചന നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലൊരു ക്രിയാത്മകമായ ഒരു കാര്യം. കേരളത്തിലെ വിറക് ലഭ്യമാണ്. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളതാണ്. മേനേരെ എന്താ അവസ്ഥ? പൊതുവേ മൂപ്പര് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പം പൊതുവിൽ നമ്മൾ ഈ സാധാരണ ജനങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. ഈ ചേട്ടാ, ഈ ഗ്യാസിൻ്റെ വില ഒന്ന് ഗാർഹിക സിലിണ്ടറിന് കൂടുന്നു, ഒപ്പം തന്നെ കൊമേഴ്ഷ്യലിനും കൂടുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെയാണ്? വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ദിവസം ഹോട്ടലിൽ നിന്ന് 3 നേരം കഴിക്കുന്നതാണ് ഒരു വ്യക്തിയാണ് ഞാൻ. യുദ്ധം എത്രയും പെട്ടെന്ന് തീർന്ന് ഇതിനൊരു പ്രതിസന്ധി എത്രയും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. SKN, ഇതാണ് ചിത്രം. അതായത് ഹോട്ടലിലെ ജീവനക്കാർ മുതൽ സാധാരണ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ വരെ ഈ പ്രതിസന്ധിയുടെ ആശങ്കയിൽ തന്നെയാണ്. 2 കാര്യങ്ങൾ അവർ പറയുന്നു. ഒന്ന്, വിറകടുപ്പിലേക്ക് മാറണം. രണ്ടാമത്തെ കാര്യം, പാരഗണിലെ മെനു തന്നെ ചെറുതാക്കി തുടങ്ങിയിരിക്കുന്നു. കാരണം എല്ലാ ഭക്ഷണങ്ങളും ആവശ്യപ്രകാരം നൽകാൻ പറ്റുന്നില്ല ഈ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട്. കാരണം ചിലതിന് കൂടുതൽ ഗ്യാസ് കത്തിക്കേണ്ടി വരും. അത്തരമൊരു നിയന്ത്രണം ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ കാര്യം, വിറകടുപ്പിലേക്ക് മാറുക എന്നുള്ള ഒരു ആലോചനയിലേക്ക്, വിറകടുപ്പിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ അവസ്ഥ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല. ഗ്യാസ് ഒരു പ്രതിസന്ധിയാണല്ലോ. അതെ, വിറകടുപ്പിലേക്ക് മാറണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാ SKN വിറകടുപ്പിലേക്ക് മാറാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തെർമണമാണ് കോഴിക്കോട് പാരഗൺ ഹോട്ടലിൽ നിന്ന് ചേർന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് ഒരുപാട് ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നാണ് ജിബിൻ ജെബി നമുക്കൊപ്പം ചേരുന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. പറയൂ ജിബിൻ, അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് SKN. തിരുവനന്തപുരത്ത് നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ രീതിയിൽ പ്രതിസന്ധി ബാധിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഏത് നിമിഷവും ഇത് നമ്മുടെ അടുക്കളയിലേക്കും എത്താമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ ചെറുകിട വ്യവസായങ്ങളെ, ചെറുകിട ഹോട്ടൽ സ്ഥാപനങ്ങളാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ, അതുപോലെ തന്നെ ഈ ഇറാനിയൻ വിഭവങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിയ കുറച്ചധികം വിഭവങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലാണ്, പ്രത്യേകിച്ച് ഹോട്ടലുകൾ, തട്ടുകടകൾ പോലെയുള്ള സ്ഥാപനങ്ങളെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത്. അത് തന്നെയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഇപ്പോൾ നമുക്ക് 24-നോട് നൽകിയ പ്രതികരണത്തിൽ പറയുന്നത്. കാരണം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ചില നിബന്ധനകളാണ് ഇപ്പോഴുണ്ടായി പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഈ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ എണ്ണം അത് 5 ചുരുക്കിയത് വലിയ രീതിയിൽ തന്നെ ഈ ചെറിയ സ്ഥാപനങ്ങളെ ബാധിക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ തട്ടുകട പ്രവർത്തിക്കണമെങ്കിൽ പോലും ഒരു ദിവസം തന്നെ 2-3 സിലിണ്ടറുകളുടെ ആവശ്യമുണ്ട്. അത് തന്നെ ഇപ്പോൾ ലഭ്യമാകാത്ത ഒരു അവസ്ഥ പലയിടങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോഴും റിസർവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിലവിൽ ഈ ഒരു പ്രതിസന്ധി കൊണ്ടുവരും, അതായത് ലഭ്യത കുറയ്ക്കുന്ന തരത്തിലുള്ള
ഒരു നിയമം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വകുപ്പും പറയുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പ്രതിസന്ധിയെ മുതലെടുക്കാൻ വേണ്ടി ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ പൂഴ്ത്തിവെക്കുക, ഈ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളെ പൂഴ്ത്തിവെച്ച് പിന്നീട് വില കൂടുന്ന ഘട്ടത്തിൽ വില കൂട്ടി മറിച്ച് വിൽക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ പല സംഘങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അത്തരം സംഘങ്ങളുടെ കാര്യങ്ങളൊക്കെ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാരെ പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സ്ക്വാഡ് തന്നെ ജില്ലാ കളക്ടറിന്റെയും അതുപോലെ RDOയുടെ ഒക്കെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇത്തരം കരിഞ്ചന്തകൾപ്പെട്ടവരെ എത്രയും വേഗം പിടികൂടുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു ജിബിൻ JB. ഇനി മുംബൈയിലൊരു മലയാളി നടത്തുന്ന ഹോട്ടലിന് മുന്നിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ് തത്സമയം. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ആ മുതലാളിക്ക് ഒരു ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തോട് പറയൂ, നമ്മുടെ ഈ പാചകവാതക പ്രതിസന്ധി എന്താ പ്രശ്നം മുംബൈയിൽ ഉണ്ടാക്കുന്നത്, പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലെ സാക്കിനാക്കയിലാണ്, അന്ധേരിയിലെ സാക്കിനാക്ക. അവിടെയുള്ള ത്രിവേണി ഹോട്ടൽ, ഇതൊരു മലയാളി ഹോട്ടലാണ്. ഈ പ്രദേശത്ത് ഇതുപോലെ 2-3 ഹോട്ടലുകൾ കൂടിയുണ്ട്. എല്ലായിടത്തും ഏതാണ്ട് ഒരേ അവസ്ഥയാണ്. ഇന്നലെ ഈ ഹോട്ടൽ വൈകിട്ടോടെ അടയ്ക്കേണ്ട അവസ്ഥയായി. ഇന്നിപ്പോൾ രാവിലെ തുറന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. അതെ, നമ്മൾ താൽക്കാലിക കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾ കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ തൽക്കാലം അവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കുക. കാരണം നമ്മളിവിടെ അതെ വളരെ പേര് നിവൃത്തിയില്ല. കാരണം ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരും അതുപോലെ നേഴ്സുമാരായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് ഡോർമെട്രി ഉണ്ട് അല്ലേ? അതെ, ഡോർമെട്രി ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യണേ. മെസ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പൂട്ടിപ്പോയാൽ അവരുടെ കാര്യം. അതെ, നമുക്ക് അങ്ങനെ പൂട്ടാൻ പറ്റില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഇങ്ങനെ സാഹചര്യം വന്നാൽ പൂട്ടേണ്ടി വരും. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ എടുക്കുന്നില്ല. ഗ്യാസുകാർ SP-കാരെ വിളിച്ചാലും അതുപോലെ തന്നെ ഭാരതിനെ വിളിച്ചാലും എടുക്കുന്നില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ കിട്ടാണ്ടോ? അങ്ങനെയുണ്ടല്ലോ, കരിഞ്ചന്തയിലൊക്കെ ഈ സമയത്ത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിലും കിട്ടാൻ വഴിയുണ്ട്? ഇല്ല, വകുപ്പില്ല. കാരണം നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരുപാട് ആളുകൾ തിങ്ങി പറക്കുന്ന സ്ഥലമാണ് സാക്കിനാക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്നുണ്ടെങ്കിൽ സിലിണ്ടറുകൾ ഒത്തിരി ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഒരുപാട് സിലിണ്ടറുകൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ. കാരണം ഹോട്ടലുകളായിട്ടായാലും അല്ലാതെ തന്നെ നമ്മുടെ ഈ ഗാർമെൻറ്റ്സ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ സിലിണ്ടറുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഏരിയയിൽ ഭയങ്കര ഡിമാൻഡുള്ള കിട്ടാനില്ല. എത്ര രൂപ കൊടുത്താലും കിട്ടാനില്ല. ഞാൻ ഒരാളെടുത്ത് സംസാരിച്ചപ്പോൾ കലീനയിലെ ഒരു മലയാളി ഹോട്ടൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം 5000 രൂപ കൊടുക്കാൻ തയ്യാറാണ്, എന്നിട്ട് കിട്ടാനില്ലെന്നാണ് പറയുന്നത്. അതേ ഒരു സാഹചര്യം തന്നെ നമ്മുടെ ഇവിടെയും. കാരണം വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഫോൺ എടുക്കുന്നില്ല. കാരണം തരാനുള്ള സാഹചര്യം തന്നെ എടുക്കുന്നില്ല നമ്മുടെ ഫോണൊക്കെ. SKN ഇത് അകത്ത് ഈ മെസ്സിൽ ഇവിടെ ഈ ഡോർമെട്രിയിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾ കൂടിയുണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നത് പഠിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളാണ്. അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇന്നിപ്പം ഭക്ഷണം ഉണ്ടല്ലേ? LPG പ്രശ്നം നിങ്ങളെ ബാധിച്ചോ? ഇവിടെ കാലയിൽ ബ്രേക്ക്ഫാസ്റ്റ് കളിക്കാൻ വന്നത് ഇതുവരെ ഫുഡ് കിട്ടിയില്ല. എങ്ങനെയുണ്ട് ഇപ്പോൾ LPG പ്രശ്നമായതുകൊണ്ട് നിങ്ങളെ ഭക്ഷണം മുട്ടാൻ സാധ്യതയുണ്ട്? എന്താണ് മുതലാളി പറയുന്നത്? പുള്ളിക്കാരൻ പറയുന്നത് നമുക്കിവിടെ കിട്ടാനില്ല എന്നുള്ള കേസാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ SKN അതാണ്, പലയിടത്തും ഭക്ഷണം ഹോട്ടലുകാരെ മാത്രമല്ല അതെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ കൂടി ഈ പ്രശ്നം ഗുരുതരമായി ബാധിക്കുകയാണ്. SKN. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. ഇനി ബംഗളൂരു നഗരത്തിലേക്ക് സജു ചാമക്കാലയിൽ നമുക്കൊപ്പം ചേരുന്നു. സജു, ബംഗളൂരു നഗരത്തിലെ ഹോട്ടലുകളിലും ഇതാണോ അവസ്ഥ? അതായത് 5 സിലിണ്ടറുകളിൽ കൂടുതൽ ശേഖരിച്ചു വയ്ക്കാൻ പാടില്ല എന്ന കേന്ദ്ര നിയന്ത്രണം വന്നതോടെ പല വലിയ ഹോട്ടലുകൾക്കും ബുദ്ധിമുട്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് സജു അവിടെ നിന്നുള്ള വിവരം? അത് തന്നെയാണ്, അത്തരമൊരു സ്ഥിതിയിലേക്കാണ് ബംഗളൂരുവിലെ നഗരങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബംഗളൂരുവിലെ വലിയ ഹോട്ടലുകളൊക്കെയും അടച്ചിടേണ്ട ഒരു വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ദിവസം 5 സിലിണ്ടറുകൾക്ക് അധികം ആവശ്യം വരുന്ന ഹോട്ടലുകൾ ബംഗളൂരുവിലുണ്ട്. അപ്പോൾ ആ സ്ഥിതി തുടരുകയാണെങ്കിൽ, അതായത് അത്തരത്തിലുള്ള ഒരു വലിയ രൂക്ഷമായ സ്ഥിതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ബംഗളൂരുവിലെ ഹോട്ടൽ മേഖല ഒന്നാകെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഹോട്ടലിലേക്ക് നമുക്ക് ചോദിക്കാം അവരുടെ പ്രശ്നങ്ങളെ പറ്റി, അവരിപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ പറ്റി ചോദിക്കാം. Actually, what is the current situation in the... Sir, we are facing problem of gas, oil and vegetables. The gas was some 4 or 5 days, it was 1,550, nowadays 3,200 rupees. So there is no supply, nothing. If you call for gas agency, they are saying no stock, so we cannot run the hotel. It's very difficult. And oil price has gone up, vegetable price has gone up. We are facing very difficult to run the hotel. No gas, no oil, nothing. How to manage it? No, we are calling 3-4 agencies telling we don't have supply only. We don't have supply, we don't have nothing. All vegetables are demands. It was 7 rupees 3 days, nowadays 30 rupees. Potato for 50 rupees. All vegetables gone up. They're only 2 days stock is there. After 2 days, how to run the hotel, we are feeling very difficult.
സ്കെയിൻ അതായത് 2 ദിവസത്തേക്ക് മാത്രമുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ ഉള്ളത്. ഈ 2 ദിവസം കഴിയുകയാണെങ്കിൽ ഹോട്ടൽ മേഖല, പ്രത്യേകിച്ച് ഹോട്ടലുകൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അവർ നമ്മോട് പങ്കുവെക്കുന്നത്. ഇതിപ്പോൾ ഈ ഹോട്ടലിന് മാത്രം സ്ഥിതിയല്ല, എല്ലാ ഹോട്ടലുകളും ഇതേ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ തുടരുന്നത്. വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റായ്ചൂർ MP ഇപ്പോൾ 2 മന്ത്രിമാർ, കേന്ദ്രത്തിലെ 2 മന്ത്രിമാർക്ക് കത്തെഴുതിയിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രിക്കും പെട്രോൾ മന്ത്രിക്കുമാണ് കത്തെഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റായ്ചൂരിൽ മാത്രമായി ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. റായ്ചൂരിലെ ഹോട്ടലുകൾ പൂർണ്ണതോതിൽ അടയ്ക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടൽ ആവശ്യമാണെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു സജു. ചമകാലയിൽ ബംഗളൂരു നഗരത്തിൽ നിന്നാണ് സജു നമുക്കൊപ്പം ചേർന്നത്. ഇന്ത്യയിലെ നഗരങ്ങളിലൊക്കെ തന്നെ ഈ പാചകവാതകത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. പല ഹോട്ടലുകൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല. കേരളത്തിലും ഇതുപോലെ ഈ പുണ്യകാലമാണ്. ഇവിടെ ഈ കാറ്ററിംഗ് ആവശ്യമുള്ള സമയത്ത് കാറ്ററിംഗ് കക്ഷികളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടും. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ കോമൺ കിച്ചൺ, കമ്മ്യൂണിറ്റി കിച്ചൺ ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ കേരളത്തിലും അനുഭവപ്പെടുന്നുണ്ട്. ആലപ്പുഴയിലെ ഒരു അടച്ചിട്ട ഹോട്ടലുണ്ട്, ഗാബാസ് റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ ഹോട്ടൽ അടയ്ക്കാൻ കാര്യം എന്തായിരുന്നു? വെരി ഗുഡ് മോർണിംഗ്. നമ്മളുള്ളത് ആലപ്പുഴ AC റോഡിൽ കളർകോടാണ്. ടൂറിസ്റ്റുകൾ ഏറെ വരുന്ന സമയമാണ് ആലപ്പുഴയെ സംബന്ധിച്ച്, ഒരു സീസൺ എന്ന് തന്നെ പറയാം. ആ ഘട്ടത്തിലാണ് ആലപ്പുഴയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത്, ആലപ്പുഴ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ തന്നെയുള്ള കളർകോടുള്ള ഗാബാസ് എന്ന റെസ്റ്റോറൻറ്റ് അടച്ചിട്ടിരിക്കുന്നത്. അത് ഇന്നലെയാണ് അടച്ച് പൂട്ടിയത്. ഏകദേശം ഒരാഴ്ച മാത്രമാണ് ഈ ഹോട്ടൽ തുറന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടായിട്ടുള്ളത്. അതിന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാചകവാതക ഇല്ലാത്തതിനാൽ ഈ ഹോട്ടൽ അടച്ചുപൂട്ടി വീട്ടിൽ പോകേണ്ട അവസ്ഥയിലേക്ക് ഉടമകൾ എത്തിയിരിക്കുകയാണ്. അത്രത്തോളം വലിയ പ്രതിസന്ധി പാചകവാതകവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ KHRA ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മനാഫ് നമുക്കൊപ്പം ചേരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് നിലവിൽ കേന്ദ്ര നിബന്ധനകളൊന്നും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് പറയുന്നത്. മെനു അടക്കം വെട്ടിക്കുറയ്ക്കണമെന്നാണ് നിർദ്ദേശം. സാധ്യമാണോ? തീർച്ചയായിട്ടും മെനു അടക്കം വെട്ടിക്കുറയ്ക്കണമെന്നുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കൃത്യമായ മെനുവിൽ വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളാണ്. അത് വെട്ടിക്കുറയ്ക്കൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൈദ്യുതിയിൽ ഉപയോഗിച്ച് പാചകം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതും വളരെ ചിലവേറിയ ഒരു സംഗതിയാണ്. അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പ്രേക്ഷകരൊക്കെ കമന്റിൽ ചോദിക്കുന്നത് വിറക് ഉപയോഗിച്ച് പഴയ രീതിയിലേക്ക് ഹോട്ടലുകൾക്ക് പൊക്കൂടെ എന്നാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. വളരെ ചുരുക്കം ഒരു 5% ഹോട്ടലുകൾ മാത്രമേ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ഹോട്ടലുകളും ഗ്യാസിൽ തന്നെയാണ്. അത് പിന്നെ മാലിന്യ അല്ലെങ്കിൽ എന്താ പറയുക, പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത കടകൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനേ സാധിക്കില്ല. എത്ര ഹോട്ടലുകൾ ആലപ്പുഴയിൽ പൂട്ടിയിട്ടുണ്ടാവും? നമ്മൾ ഇന്നലെ ഒരു 10 ഹോട്ടലുകൾ ഓൾറെഡി തുറന്നിട്ടില്ല. ഇന്ന് ലഭ്യമായ അറിവനുസരിച്ച് ഒരു 20-25 ഹോട്ടലുകൾ തുറക്കുന്നില്ല എന്നാണ് നമുക്ക് രാവിലെ അറിയാൻ സാധിച്ചത്. ഇത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്തൊരു ഷോപ്പാണ്. ഇത് മെനു നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും സ്ഥിരമായി വർക്ക് ചെയ്യുന്ന രീതിയിൽ നിന്നും ഉച്ചയ്ക്ക് മാത്രം തുറക്കുമെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ KHRA കണക്കനുസരിച്ച് 1800 ഹോട്ടലിൽ അംഗീകൃത ഹോട്ടലുകളുണ്ട്. അതുകൂടാതെ ചെറുകിട ഭക്ഷണശാലകൾ, വീട്ടിലൂടക്കമുള്ള ഹോട്ടലുകൾ കൂട്ടി 3000-ലധികം ഹോട്ടലുകളാണുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ഈ പാചകവാതകം ഇല്ലാത്തതിന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ടൂറിസ്റ്റ് സീസണാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒപ്പം ഇഫ്താർ വിരുന്നുകളടക്കം ഏറെ നടക്കുന്ന സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ 25ഓളം ഹോട്ടലുകൾ അടച്ചുപൂട്ടി ഉടമകൾ മാറിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അശ്വിൻ ബാലാഴിയാണ് അടച്ചിട്ട ഗാബാസ് ഹോട്ടൽ മുന്നിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത്. ഇനി നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്ത് എന്ത് സംഭവിക്കുന്നറിയാൻ തൃശ്ശൂരിലെ ഒരു വെയിറ്ററിൻ്റെ ഹോട്ടൽ അംബിസ്വാമി ഹോട്ടലിലേക്കാണ് പോകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. അംബിസ്വാമി തുറന്നിട്ടുണ്ടോ? അംബിസ്വാമി ഹോട്ടലല്ല, അംബിസ്വാമിയുടെ കാറ്ററിംഗ് സർവീസാണ്. അവർക്ക് വിവിധ ശൃംഖലകളാണുള്ളത്. നമ്മോടൊപ്പം അദ്ദേഹം ചേരുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം നമുക്ക് രാവിലെ ചായയൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. ബുദ്ധിമുട്ട് തന്നെയല്ലേ? എന്താ ഒരു സാഹചര്യം എന്താണ്? ഞാൻ ഗ്യാസ് തീരെ കിട്ടാനില്ല. ഇന്നത്തെ ഓർഡറൊക്കെ ഉണ്ട്, കൊടുക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. കുറേ ഓർഡറുകൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പായസം മാത്രമേ ഉള്ളൂ? പായസം മാത്രമേ ഉള്ളൂ. അത് പിറകിലുണ്ടാക്കിയിരിക്കുക. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. തുടർന്ന് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ല. കാറ്ററിംഗ് അടച്ചു കൂട്ടേണ്ടി വരുന്ന തോന്നുന്നത്. കാരണം നമ്മളിങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പണിക്കാരൊക്കെ കാണാറുള്ളതാണ്. പണിക്കാരൊക്കെ ലീവ് എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുക. ഇന്നത്തെ ഓർഡർ ക്യാൻസൽ ചെയ്യാനും പണിക്കാരൊക്കെ വീട്ടിൽ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് ഗ്യാസ് വന്നിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ സ്ഥാപനങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവസ്ഥ തന്നെയാണ്. നമ്മൾ ഇന്നത്തെ ഓർഡർ തന്നെ ക്യാൻസൽ ആക്കി. പായസം മാത്രം കൊടുക്കണം.
പായസം മാത്രമേ ഉള്ളൂ? ഒന്ന് പായസം മാത്രമേ ഉള്ളൂ. 4 കൂട്ടം പ്രഥമനടക്കം സദ്യ കൊടുക്കുന്ന അംബിസാമിൽ വെറും പായസം മാത്രമേ ഉള്ളൂ. ഓർഡറുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്തു, മെനു മുഴുവൻ ക്യാൻസൽ ചെയ്തു. സദ്യ തീർച്ചയായും അതാണ് അവസ്ഥ. മെനു മുഴുവൻ ക്യാൻസൽ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അംബിസാമി കാറ്ററിംഗ് അതായത് പരമാവധി വിറകടുപ്പിലേക്ക് പോകാനുള്ള ഒരു നീക്കം നടത്തുന്നു. പക്ഷേ വിറക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ വിറക് കത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന്, യുദ്ധം ഒരു വിഷയം തന്നെയാണ്, ആ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിക്കണം. ഇനി പാലക്കാട് കൽപ്പാത്തി ശ്രുതി കാറ്ററിംഗ് അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കാറ്ററിംഗ് സർവീസിന്റെ പ്രവർത്തനം താളം തെറ്റിയോ? ഗുഡ് മോർണിംഗ് SKN. എല്ലാ ജില്ലകളിലെ പോലെ പാലക്കാടും ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം വാണിജ്യ സിലിണ്ടർ ഇല്ലാതെ ഒരിക്കലും, അതായത് വലിയ കാറ്ററിംഗ് സർവീസിന് അവർക്ക് തുടർന്ന് പോകാൻ കഴിയില്ല. കാരണം ഓർഡറുകൾ നഷ്ടപ്പെട്ടേക്കും. കാരണം ഇത്രയും 100 അല്ലെങ്കിൽ 500 പേർക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ അതിന് വാണിജ്യ സിലിണ്ടറും മറ്റും സംവിധാനങ്ങൾ തീരെ അല്ലെങ്കിൽ അതിൻ്റെ അടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇവർക്ക് ഇത് അടുപ്പിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിൽ ഇത് പാചകം ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളോടൊപ്പം ശ്രുതി കാറ്ററിംഗ് സർവീസ് ഉടമ CV സതീഷ് ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഈ ഓർഡറൊക്കെ കിട്ടുമ്പോൾ, കല്യാണം അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അത്തരത്തിലുള്ള ഓർഡറൊക്കെ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഈ വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ ഒരു ക്ഷാമം മൂലം അത് ഓർഡർ എടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഓർഡർ ഉള്ളതാണ്, ഞങ്ങൾ ഒഴിവാക്കുകയാണ്. നിരവധി ചെറിയ ചെറിയ ഓർഡറുകൾ വരുമ്പോൾ ഒഴിവാക്കുകയാണ്. നല്ലത് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ വിവാഹങ്ങളും മറ്റ് ഫംഗ്ഷനുകളും ഓർഡർ എടുത്തതാണ്. അത് 6 മാസം മുമ്പ് ഒരു ഇലയ്ക്ക് ഒരു 180 രൂപ എമൗണ്ടിലാണ് ഒരു സദ്യ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ റേറ്റ് നമുക്കിപ്പോൾ നടത്താൻ കഴിയുള്ളൂ. പക്ഷേ ആ റേറ്റിനെ നടത്തി കഴിഞ്ഞാൽ വൻ തിരിച്ചടിയാണ്. കാരണം സത്യത്തിൽ ഈ 2020-2023 ആ കോവിഡിന് ശേഷം ഈ രംഗം ഒന്ന് തിരിച്ചു വന്നതാണ്. അപ്പോഴേക്കാണ് ഈ ഗ്യാസിനെ വല്ലാത്തൊരു തിരിച്ചടി. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അന്ന് UPA ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത്, രാഷ്ട്രീയം പറയല്ല, ആ കാലഘട്ടത്തിൽ ഇവർ വല്ലാതെ ഈ ഗ്യാസ് വില വർധനയിൽ പ്രതിഷേധിച്ച് സമരം ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. മാത്രമല്ല, ഈ രാജ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിയന്ത്രിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് സത്യത്തിൽ പ്രധാനമന്ത്രി മൗനം പടിഞ്ഞ് ഇതിന് പരിഹാരം കാണണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിറകിൽ നമുക്ക് കത്തിക്കാമെങ്കിലും വിറക് പേട്ടകൾ, ഇപ്പോൾ പണ്ട് ധാരാളം വിറക് പേട്ടകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ സമീപത്ത് എവിടെയില്ല. ആകെ ടൗണിൽ, പാലക്കാട് ടൗണിനകത്ത് 2-3 വിറക് പേട്ടകൾ, അത് ആവശ്യത്തിന് നമുക്ക് വിറക് കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ പാചകക്കാരൊന്നും വിറകിലേക്ക് പോകില്ല. ഈ അത്യാവശ്യം വല്ല പാലട, അതുപോലെ ചോറ്, ഇതൊക്കെ നമുക്ക് വിറകിൽ വയ്ക്കുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഗ്യാസിലാണ്. ഇപ്പോൾ ഗ്യാസ് കിട്ടാനുമില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ വില വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. മിനിമം 2000-3000 രൂപയുടെ വ്യത്യാസമാണ് ഗ്യാസിലൂടെ നമുക്കൊരു ദിവസം അമിതഭാരം വരുന്നത്. അതുകൊണ്ട് ഈ ഞങ്ങൾ പരമാവധി ഓർഡറുകളും കുറച്ചുകൊണ്ടിരിക്കുക. SKN, 2 തരത്തിലാണ് ഇവർക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനയും അതുപോലെ തന്നെ ഈ വാണിജ്യ സിലിണ്ടർ കിട്ടാതിരിക്കുകയും ഇതിന്റെ ക്ഷാമവും ഇവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഈ മേഖലയ്ക്ക് തന്നെ. കാരണം ഈ ഇത്രയും വാണിജ്യ സിലിണ്ടറുകൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതൊക്കെയാണ് ഇവർ ഈ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് ചേർന്നത്. ഇനി നമ്മൾ വയനാട് ഒരു കൽപ്പറ്റയിലെ വനിതാ മെസ്സിലേക്ക് പോകുന്നു. കാളിദാസൻ ദേവദത്തം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് കാളിദാസൻ, അവിടെ നിന്നുള്ള വിവരം എന്താണ് പെട്ടെന്ന് പറഞ്ഞാൽ? അതിനാണ് SKN എല്ലായിടത്തും ഈ പ്രതിസന്ധി, LPG ഗ്യാസ് കിട്ടാത്തതിൻ്റെ പ്രതിസന്ധി വലിയ രീതിയിലുണ്ട്. വാണിജ്യ സിലിണ്ടറിൻ്റെയൊക്കെ തന്നെ ഈ നിറയ്ക്കുന്നതടക്കം കുറച്ചിരിക്കുകയാണ്. ഇവിടെ ഈ കൽപ്പറ്റയിലെ വനിതാ മെസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വലിയ രീതിയിൽ തന്നെയുണ്ട്. നമുക്കറിയാം, നിലവിൽ അല്ലെങ്കിൽ നേരത്തെ നിറച്ചിരുന്ന ഒരു പാകത്തിനല്ല ഇപ്പോൾ നിറച്ചിരുന്നത്, ഭാഗികമായിട്ടാണെല്ലാം നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തായാലും രാവിലത്തെ തിരക്കിലേക്കൊക്കെ മെല്ലെ കടക്കുകയാണ്. പക്ഷേ ഈ ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ലഭ്യതക്കുറവ് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ലഭ്യതക്കുറവിനെ ഇപ്പോൾ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? കട അടച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് എത്തിപ്പെടുന്നത്. കാരണം വെച്ചാൽ ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ കട തുറന്നു പോകേണ്ട കഴിയില്ല. പണിക്കാരൊക്കെ എന്താക്കണം, ജോലിയില്ലാണ്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇപ്പം കുറേയൊക്കെ ഭാഗികമായി നിറയ്ക്കുന്ന തരത്തിലാണ്. അതോടൊപ്പം തന്നെ അധികം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല, 100 കിലോഗ്രാമിലധികം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നൊക്കെ തന്നെ പുതിയ നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്യാസിന്റെ ലഭ്യത കുറവ് വളരെ ഇതാണ് നമുക്കാണ് ഉള്ളത്. കാരണം വെച്ചാൽ ഓരോ ദിവസം ഓരോ കടകൾ പൂട്ടിക്കൊണ്ട് വരികയാണ്. നമുക്ക് കട ഇനി മുന്നോട്ട് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല, സിലിണ്ടറിൽ കിട്ടാതില്ലാത്തത് കൊണ്ട്. നമ്മൾ ഈ ഹോട്ടലിലെ ഓരോ സാധനങ്ങൾ മെനുകൾ വെട്ടി കുറയ്ക്കുകയാണ്.
അത് തന്നെയാണ് ഇപ്പോൾ ഈ സിലിണ്ടറിന്റെ ലഭ്യതക്കുറവ് കാരണം ഈ മെനു പോലും വെട്ടിക്കുറയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ചെറുകിട വ്യാപാരികളെയാണ്, ചെറുകിട ഹോട്ടൽ വ്യവസായികളെയാണ് ഇത് വലിയ രീതിയിൽ ബാധിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. അതായത് 100 കിലോഗ്രാമിൽ താഴെയായിരിക്കണം ഹോട്ടലുകളിൽ സ്റ്റോക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൽപ്പറ്റയിൽ നിന്ന് കാളിദാസൻ ദേവദത്തമാണ് തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.